തോണ്ടയ്ക്കിന്റെ പരീക്ഷണം. പൂച്ചയെ ഒരു പ്രശ്നപേടകത്തിൽ അടച്ചു. ഒരു വില്ല് അമർത്തിയാൽ തുറക്കാവുന്ന ഒറ്റ വാതിലുള്ള പേടകമായിരുന്നു അത്. കൂടിന് വെളിയിൽ മത്സ്യം വെച്ച് പൂച്ചയെ കൂടിനകത്താക്കി. മത്സ്യത്തിന്റെ ഗന്ധം പൂച്ചയ്ക്ക് ഒരു സ്വാഭാവിക ചോദകമാണ്. മത്സ്യത്തിന്റെ ഗന്ധം അതിന്റെ അടുത്തെത്താൻ പൂച്ചയെ ചോദകമായി പ്രവർത്തിക്കുന്നു. പൂച്ച കൂടിന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലേർപ്പെടുന്നു. ദീർഘനേരത്തെ ശ്രമഫലമായി പൂച്ച കൂട് തുറക്കുകയും മത്സ്യത്തിനടുത്തേക്ക് ഓടി ഭക്ഷിക്കുകയും ചെയ്യുന്നു. പരീക്ഷണം ആവർത്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പൂച്ച കൂടിനുള്ളിൽ നിന്നും പുറത്തു വരാനെടുക്കുന്ന സമയം കുറയുന്നു. കൂട് തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു. ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്ന പഠനമാണ് ശ്രമപരാജയ പഠനം. ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തോണ്ടയ്ക്ക് ആവിഷ്കരിച്ച 3 പഠന നിയമങ്ങൾ: സന്നദ്ധതാ നിയമം, ഫല നിയമം, അഭ്യാസ നിയമം. ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അത് ചെയ്യുക സംതൃപ്തിജനകമായിരിക്കും. സന്നദ്ധത ഇല്ലെങ്കിൽ പ്രവർത്തിക്കുക ആസ്വാസ്ഥ്യജനകവും ആയിരിക്കും. സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും ആസ്വാസ്ഥ്യജനകമാണെന്ന് അഭിപ്രായപ്പെടുന്ന നിയമം. സന്നദ്ധതാ നിയമം. ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിന്റെ ബലം വർദ്ധിക്കുന്നു. ബന്ധമുണ്ടായിക്കഴിഞ്ഞ് ആസ്വാസ്ഥ്യജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിന്റെ ശക്തി കുറയും എന്നഭിപ്രായപ്പെടുന്ന നിയമം. ഒരു സന്ദർഭത്തിന്റെ പ്രതികരണം മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്നാൽ അത് ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായി എന്നതിനെയും ആ ബന്ധത്തിന്റെ ശരാശരി ശക്തി, കാലദൈർഘ്യം എന്നിവയെയും ആശ്രയിച്ച് സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന നിയമം അഭ്യാസ നിയമം. അഭ്യാസ നിയമത്തെ രണ്ടായി തിരിക്കാം: പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠന സന്നദ്ധത ഉണ്ടാകണം. കുട്ടികളെ സന്നദ്ധരാക്കാൻ സാധിക്കുന്നത് ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ, ചർച്ച, ദൃശ്യ പാഠ്യോപകരണങ്ങളുടെ ഉപയോഗം. പഠനം കാര്യക്ഷമമാകണമെങ്കിൽ പഠിതാവിന്റെ താൽപ്പര്യങ്ങളെയും മനോഭാവത്തെയും ഉണർത്തി സജ്ജമാക്കണം. ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനം നൽകുന്നതിലൂടെയും. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്കിന്നർ. പ്രവർത്തനാനുബന്ധ സിദ്ധാന്ത പഠനത്തിന്റെ ആധാരം പ്രതികരണവും ചോദകവും പ്രതികരണത്തിലെ പ്രബലനവും. പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരവും പരിശീലനത്തിനുള്ള അവസരവും ഉണ്ടാക്കിക്കൊടുത്താൽ പഠനത്തിൽ ഒഴിവാക്കാനാവുന്നത് മറവി. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തികളാണ് ഓപ്പറന്റ്. വാചികമായ സ്വഭാവങ്ങളുടെ വിശകലനത്തിലൂടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ.
സ്കിന്നറുടെ സിദ്ധാന്തത്തിന്റെ കേന്ദ്രബിന്ദു പ്രബലനം. സ്കിന്നറുടെ സിദ്ധാന്തത്തിന്റെ കേന്ദ്രബിന്ദു പ്രബലനമായതുകൊണ്ട് ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത് പ്രബലന സിദ്ധാന്തം. പ്രവർത്തനാനുബന്ധന പ്രക്രിയയിൽ പ്രബലനം വഴി പരിവർത്തനം ചെയ്യപ്പെടുന്നത് ഓപ്പറന്റുകൾ. അനുബന്ധനത്തിന്റെ സവിശേഷ വശമാണ് പ്രബലനം. സ്കിന്നറുടെ പരീക്ഷണം. വിശക്കുന്ന ഒരു എലിയെ പെട്ടിയിലാക്കി. പെട്ടിക്കുള്ളിലെ ലിവറിൽ അമർത്തിയാൽ അല്പം ആഹാരം കിട്ടുന്ന സംവിധാനവും ഉണ്ടാക്കി. പെട്ടിയിൽ സഞ്ചരിക്കുന്ന എലി യാദൃശ്ചികമായി ലിവറിൽ അമർത്തുകയും ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. ക്രമേണ ലിവറിൽ അമർത്തി ആഹാരം സമ്പാദിക്കാൻ എലി പഠിച്ചു. ആഹാരം ലിവർ അമർത്തുന്ന പ്രതികരണത്തെ പ്രബലനം ചെയ്യുകയും എന്നാൽ പ്രബലനത്തിന്റെ അഭാവത്തിൽ ഓപ്പറന്റ് വ്യവഹാരം ഇല്ലാതാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് സ്കിന്നർ SR സമവാക്യത്തെ RS സമവാക്യമായി മാറ്റിയത്? ജീവിക്ക് പുറപ്പെടുവിക്കാവുന്ന നിരവധി പ്രതികരണങ്ങളിൽ വെച്ച് ഏറ്റവും ഉചിതമായതു മാത്രം പുറപ്പെടുവിക്കാനും അവയെ യഥായോഗ്യം ഉറപ്പിക്കാനും ശ്രമിച്ചു. ലക്ഷ്യമാക്കുന്ന പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പ്രബലനത്തിന്റെ സ്വഭാവമനുസരിച്ച് പ്രബലനത്തെ രണ്ടായി തിരിക്കാം. ധനപ്രബലനം, ഋണപ്രബലനം. അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തിജനകമായ ഒരനുഭവം നൽകുന്നതാണ് ധനപ്രബലനം. ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത് ധനപ്രബലനമാണ്. UP അസിസ്റ്റന്റ് 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. പഠന സിദ്ധാന്തങ്ങൾ. പഠന സിദ്ധാന്തങ്ങളിൽ പ്രാധാന്യമേറിയത് വ്യവഹാരവാദം, വൈജ്ഞാനിക സിദ്ധാന്തം, സാമൂഹിക സിദ്ധാന്തങ്ങൾ. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രസ്താവിക്കുന്നത് വ്യവഹാരവാദം. വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ. വ്യവഹാരവാദത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തിയവർ പാവ്ലോവ്, തോണ്ടൈക്ക്, സ്കിന്നർ, CL ഹൾ. വളരെ പ്രശസ്തമായ വ്യവഹാര സിദ്ധാന്തമാണ് പാവ്ലോവിന്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തം. പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിനാസ്പദമായ പരീക്ഷണങ്ങൾ നടത്തിയത് നായയിൽ. പാവ്ലോവിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത് നൽകുന്ന ചോദകത്തിനനുസരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി. പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിലെ പരീക്ഷണം. ഭക്ഷണം കാണുമ്പോൾ നായയിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആഹാരത്തോടൊപ്പം മണിശബ്ദം കേൾപ്പിച്ചപ്പോഴും ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ക്രമേണ മണിശബ്ദം മാത്രം കേൾപ്പിക്കുമ്പോഴും നായയിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ നിന്ന് കണ്ടെത്തിയത് ഭക്ഷണം സ്വാഭാവിക ചോദനം, മണിയൊച്ച കൃത്രിമ ചോദകം. ഭക്ഷണത്തോടൊപ്പം മണിയൊച്ചയും കൂടി കേൾപ്പിക്കുമ്പോൾ കാണുന്നത് സ്വാഭാവിക ചോദകത്തെ കൃത്രിമ ചോദകവുമായി ബന്ധിപ്പിക്കുന്നത്. കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധ പഠനം. ആഹാരം കൊടുക്കാതെ മണിയടിക്കുക മാത്രം ചെയ്ത് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നതാണ് വിലോപം. നായയ്ക്ക് ആഹാരം നൽകാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ച് ഉമിനീർ സ്രാവ പ്രതികരണം ഇല്ലാതായിത്തീരുന്ന ഒരവസരത്തിനു ശേഷം കുറെ കഴിഞ്ഞ് മണിയടി കേൾക്കുമ്പോൾ ഉമിനീർ സ്രവം വീണ്ടും ഉണ്ടാകുന്നതാണ് പുനഃപ്രാപ്തി. വിവിധ പഠന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് നൽകേണ്ടത്
ഉചിതമായ ചോദകങ്ങൾ. അനുബന്ധം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളത് ഭയങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ, വെറുപ്പ്. അനുബന്ധം വഴി കുട്ടികളിൽ ഒഴിവാക്കാൻ സാധിക്കുന്നത് പ്രതിബന്ധനം, പുനരനുബന്ധനം. പഠനത്തിൽ ചിത്ര പദക്കാർഡുകൾ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നത് അനുബന്ധനത്തിന്റെ സങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്നതിന്. എഡ്വേർഡ് തോണ്ടേക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ശ്രമപരാജയ സിദ്ധാന്തം. ചോദകവും പ്രതികരണവും അറിയപ്പെടുന്നത് ബന്ധസിദ്ധാന്തം, സംബന്ധ സിദ്ധാന്തം. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗ പഠനമാണ് ബന്ധ സിദ്ധാന്തം. ശീലരൂപവൽക്കരണത്തിനോ ശീല നിഷ്കാസനത്തിനോ കാരണമാകുന്നത് ചോദക പ്രതികരണ ബന്ധത്തിന്റെ ശക്തിപ്പെടലോ ദുർബലപ്പെടലോ ആകാം. പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അത് തിരുത്തി പഠനത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം. തോണ്ടേക്ക് ശ്രമപരാജയ പരീക്ഷണങ്ങൾ നടത്തിയത് പൂച്ചയിൽ. പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്നും ബന്ധങ്ങളാണ് പഠനത്തിന്റെ സൂക്ഷ്മഘടകം എന്നും സമർത്ഥിക്കാൻ പരീക്ഷണത്തിനായി ഉപയോഗിച്ചത് പ്രശ്നപേടകത്തിലെ പൂച്ച. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തമാണ് സംബന്ധ സിദ്ധാന്തം. പ്രബലനം വഴി പരിവർത്തനം ചെയ്യപ്പെടുന്നത് ഓപ്പറന്റുകൾ. അനുബന്ധനത്തിന്റെ സവിശേഷ വശമാണ് പ്രബലനം. അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, ഇൻസൈറ്റ് ലേണിംഗ് തിയറി. ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷണത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് പഠനത്തിന്റെ അടിത്തറ നിർണ്ണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. സുൽത്താൻ എന്ന സമർത്ഥനായ ചിമ്പാൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത് കോഹ്ലർ. കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയ പരീക്ഷണം. വിശപ്പുള്ള ചിമ്പാൻസിയെ ഇരുമ്പഴിക്കുള്ളിലെ കൂട്ടിലടയ്ക്കുന്നു. പഴങ്ങൾ കൂടിന്റെ മുകൾ തട്ടിൽ തൂക്കിയിടുന്നു. ഒരു പെട്ടി കൂടിന്റെ ഒരു മൂലയിൽ വെക്കുന്നു. ചിമ്പാൻസിക്ക് പഴത്തിൽ എത്തിപ്പിടിക്കാനുള്ള ആദ്യ ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞ് സുൽത്താൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും പെട്ടി പഴത്തിന്റെ കീഴെ വെച്ച് അതിന്മേൽ ചാടിക്കയറി പഴം കൈക്കലാക്കുകയും ചെയ്തു. ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് SR അനുബന്ധനങ്ങളിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര ബോധത്തിലൂടെയാണെന്നും പറയുന്ന സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം. ക്ഷേത്ര സിദ്ധാന്തം. ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കർട്ട് ലെവിൻ. കർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്രാശയത്തിന്. വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ആശയമാണ് ക്ഷേത്രം. മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ് ജീവിതരംഗം. വ്യക്തി ജി എന്ന ലക്ഷ്യം നേടാൻ അയാളെ സഹായിച്ചു മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ഉത്തേജക ശക്തി. ജീവിത രംഗത്തിലുള്ള മറ്റു ചില ശക്തികളെ ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് വ്യക്തിയെ പിന്നോക്കം തള്ളുന്ന പ്രതിബന്ധങ്ങളാണ് മതിൽ.
തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ വിരുദ്ധ ശക്തികളുടെ സംയുക്ത ഫലം അനുകൂലമാവണം. ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിന്റെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിന്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി.